നീ എൻ്റെ ഓഫീസ് റൂം ബെഡ്റൂം ആക്കുമോ? ചിരിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചേരുമ്പോൾ 100 ചോദ്യങ്ങൾ എന്നിലൂടെ കടന്നുപോയി. എന്തിൻ്റെ പേരിലാണ് കിഷോർ എന്നെ തെറ്റിദ്ധരിക്കുന്നത്? ദേവുവിൻ്റെ ആത്മഹത്യക്ക് അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ എങ്ങനെ വരുണേട്ടൻ അറിഞ്ഞു? ആകെ ഒരു പുകമറ എന്നെ വന്ന് മൂടി. അതെ, സമയം ഇത്രയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? തല ഉയർത്തി ഞാൻ നോക്കി. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാക്കുകൾ കൊണ്ട് പരതുമ്പോൾ കണ്ണിലേക്ക് കൂർപ്പിച്ച് നോക്കി. ഇതെന്താ പൊട്ടനോ? എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് വിശക്കുന്നു. ചുമ്മാ ആണേലും ഒരു പഞ്ചിന് പറഞ്ഞതാണ്. ഞാൻ കഴിച്ചു വയറു നിറഞ്ഞിരിക്കുവാണെന്ന് എങ്ങനെ പറയും എൻ്റെ ദേവിയെ? കൊഞ്ചലോടെ താടിയിൽ ഒന്ന് പിടിച്ചു. അത് വലത് കൈ കൊണ്ട് നോട്ട് ദ പോയിൻ്റേ. എൻ്റെ മൂക്കിലേക്ക് നോക്കി ആ കൈ മൂക്കിലേക്ക് അടുപ്പിച്ചു. നീ ഒന്നും കഴിച്ചില്ല അല്ലേ? സാമ്പാറിൻ്റെ മണം അടിച്ച് കയറുന്നല്ലോ. അത് പിന്നെ അമ്മ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ അടുത്ത് നിന്നതാ. ഇങ്ങേരുത് എന്ത് പോലീസ് നായോ മണത്തു കണ്ടുപിടിക്കാൻ. പതിയെ ഞാൻ എൻ്റെ കൈയൊന്ന് മണത്തു. കുറ്റം പറയാൻ പറ്റില്ല, നല്ല മണമുണ്ട്. അമ്മ എന്താ തവിക്ക് പകരം നിന്റെ കൈയെടുത്താണ് സാമ്പാറിൽ ഇളക്കിയത്? വരുണേട്ടൻ ട്രോളി തുടങ്ങി. മാളു, നീ മെഴുക്കിയാണ്. ഒറ്റ രാത്രി കൊണ്ട് മസിൽ പിടിച്ചു നിന്ന സാധനത്തെ ഈ പരുവമാക്കി. പറ, രാവിലെ ഒരു ട്രിപ്പ് ഫുഡടി കഴിഞ്ഞു അല്ലേ? എങ്ങോട്ട് പോകുന്നു ഇതെല്ലാം? ഇങ്ങരുത് വിടാൻ ഉദ്ദേശമില്ലേ? ഞാൻ 2 ഇഡ്ഡലി കഴിച്ചു, സമ്മതിച്ചു കൊടുത്തേക്കാം. ഇല്ലേൽ ഫ്രിഡ്ജിൽ നിന്നും 2 ആപ്പിൾ കൂടി കഴിച്ചത് ചികഞ്ഞെടുത്താലോ? 2ഓ? അല്ല 50. ഷടാ, എനിക്ക് വിശന്ന് ഞാൻ കഴിക്കും. ആഹാരത്തിന് മുൻപിൽ എനിക്ക് സ്വന്തം ബന്ധങ്ങളൊന്നും ഇല്ല. അല്ല പിന്നെ. വരുണേട്ടൻ വാ. കയ്യിൽ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ആൾക്കൊരു ചമ്മലുണ്ട് മുഖത്ത്. വീട്ടിലെ ഭക്ഷണം കഴിച്ച ശീലമില്ലല്ലോ, അതിൻ്റെ ഏനക്കേടാണ് മുഖത്ത് കാണുന്നേ. ഈ എന്തോന്ന് ആ വൈക്ലഭ്യം. അതെ, എത്ര നാളായി വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട്? ഇഡലി പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അത് ചോദിച്ചപ്പോൾ കൂമൻ കുത്തിയ പോലെ എന്നെ ഒന്ന് നോക്കി. ഇതിപ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ആഹാരം കഴിച്ച കാര്യമല്ലേ ചോദിച്ചത്? ഞാനത് പതുക്കെ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇഡലി എടുത്തു വെച്ചു. അകത്തേക്ക് പോയി അമ്മ വിളിച്ചു. ഞാൻ വരുന്നില്ല മോളി, അവന് ഇഷ്ടമാകില്ല. അമ്മ ഒരു പേടിയോടെയാണത് പറഞ്ഞത്. നല്ല അമ്മ, മോനെ എന്തൊരു പേടി. എൻ്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ട്, കണ്ടു പഠിക്കട്ടെ. വരുണേട്ടൻ്റെ ഒരു കുഴപ്പമുണ്ടാകില്ല. ഇനി എന്തേലും പറഞ്ഞ തന്നെ ഞാനില്ലേ? ദൈവമേ, പണിവാളിയാൽ സാമ്പാറിൽ കുളിക്കേണ്ടി വരുമോ? അമ്മയുടെ കൈപിടിച്ചു ചെല്ലുമ്പോൾ തെങ്കാശിപ്പട്ടണം സിനിമയിൽ കാടിവെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന ദിലീപേട്ടനെ ഒന്ന് സ്മരിച്ചു. ഇവിടെ സാമ്പാറായിരിക്കും വ്യത്യാസം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ചൂടുമാറിയ സാമ്പാറാണ് മുന്നിൽ വെച്ചത്. പണി വരുന്ന വഴി അറിയാമല്ലോ. വരുണേട്ടാ, ദേ അമ്മ. അല്പം അകലമിട്ടാണ് 2 പേരും നിന്നത്. സ്വന്തം മോൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അമ്മയും എൻ്റെ പുറകിൽ ഒളിച്ചു. മിടുക്കി, ഈ കാട്ടുപോത്തിൻ്റെ മുൻപിലേക്ക് എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? വരുണേട്ടൻ തിരിഞ്ഞു നോക്കിയതും ഞാനൊന്ന് ഇളിച്ചു. അമ്മ വന്നിരിക്ക്. വരുണേട്ടൻ ഗൗരവത്തിൽ പറഞ്ഞതും അമ്മ കണ്ണു മിഴിച്ച് എന്നെ ഒന്ന് നോക്കി. കേട്ടില്ലേ അമ്മേ, ഈ ഗ്യാപ്പിൽ പോയിരിക്കാൻ നോക്ക്, മിഴിച്ചു വായും തുറന്ന് നിൽക്കാതെ. പറഞ്ഞുകൊണ്ട് നോക്കിയതും വരുണേട്ടനെ. അങ്ങേരി കഴിക്കാതെ അവിടെ മൊത്തം തപ്പുന്നുണ്ട്. സ്പൂണാകാനാണ് വഴി. പണി ഇപ്പോൾ തരാം. എന്താ വരുണേട്ടൻ നോക്കുന്നേ? ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലെ ചോദിച്ചു. അത് ഒരു സ്പൂൺ. എന്തിന്? മലയാളികളുടെ ദേശീയ ഭക്ഷണത്തെ ഇങ്ങനെ അപമാനിക്കരുത് വരുണേട്ടാ. ദേശീയ ഭക്ഷണമോ ഇതോ? സംശയത്തോടെ നോക്കി. അതെ, ഓണം വന്നാലും വിഷു വന്നാലും ഒരു കുഞ്ഞ് ജനിച്ച് 28 അത് വളർന്ന് കല്യാണം കഴിച്ച് അവസാനം പട്ടടിയിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ പിന്നെ മിനിമം ഏതെങ്കിലും ജില്ലയുടെ അല്ല പഞ്ചായത്തിൻ്റെയെങ്കിലും ദേശീയ ഭക്ഷണമാക്കിക്കൂടെ? അതാ പറയുന്നത് ഉത്തരവാദിത്തമില്ലാത്ത ഗവൺമെൻറ്. പുരികം പൊക്കി എന്തോ വലിയ സംഭവം പറഞ്ഞതുപോലെ വരുണേട്ടനെ നോക്കി. കഷ്ടപ്പെട്ട് വായിൽ വെച്ച ഇഡലി ഇറക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാകാതെ വാ പൊളിച്ചിരിപ്പുണ്ട്. വരുണേട്ടൻ കഴിക്ക്, ഞാനൊരു മന്ത്രിയായിട്ട് അതൊക്കെ ആക്കിക്കൊള്ളാം. അല്ല, അതിന് ഇനിയും സമയമുണ്ടല്ലോ. സാമ്പാർ ഇഡലിയിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ആ കൈയെടുത്ത് അതിലേക്കൊന്ന് കുഴച്ചു. അങ്ങനെ കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് മാഷേ. പാവം, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിക്കുന്നത് കണ്ടപ്പോൾ പാവം തോന്നി. എന്നാലും ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാവും. അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തൂടായിരുന്നോ? അതെങ്ങനെ? അമ്മയ്ക്ക് പേടിയാണല്ലോ. വായ്ക്ക് റെസ്റ്റ് കൊടുക്കാതെ ചിലക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ. അമ്മയാണ് ഞങ്ങളെ 2 പേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അമ്മ എന്തെങ്കിലും പേടിച്ചു നോക്കുന്നേ? കണ്ടോ, വരുണേട്ടൻ പാവല്ലേ, മുടിയിലൊന്ന് തലോടി. മാളു, ഞാനത് കഴിക്കണോ വേണ്ടയോ? ആഹാരം കഴിക്കുമ്പോഴെങ്കിലും വാടച്ചു വെച്ചൂടെ? ഇതെന്താ അന്താരാഷ്ട്ര ഉച്ചകോടി വല്ലതുമാണോ? വാ തുറക്കാൻ പാടില്ല. പിറുപിറുത്തുകൊണ്ട് കഴുത്ത് വെട്ടിച്ചു.
നിന്നോട് എത്ര തവണ പറഞ്ഞു മുഖത്ത് നോക്കി പറയണമെന്ന്. ദേഷ്യമൊത്തം എൻ്റെ സ്വന്തം ദേശീയ ഭക്ഷണത്തിൽ കുത്തി തീർത്തിരുന്നു. മോനെ, മാളുവിൻ്റെ വീട്ടിൽ നിന്നും ഇന്ന് ഉച്ച കഴിഞ്ഞല്ലേ എല്ലാവരും വരുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോകാനൊരുങ്ങിയ വരുണേട്ടനോട് അമ്മ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഉച്ച കഴിഞ്ഞാണ് അടുക്കള കാണാൻ എല്ലാവരും വരുന്നതെന്ന്. ഞാൻ അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കി. കൊള്ളാം, കാണാനും മാത്രമുണ്ട്. ആ, അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, സമയത്തിങ്ങ് വന്നോളും, ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി. എൻ്റെ മാളൂട്ടി, അവൻ കഴിക്കുന്ന സമയത്ത് മിണ്ടാതിരുന്നോണ്ട് മോളെ. ആ ചെറുക്കന് ഭ്രാന്താണ്. നിന്നെ തല്ലാതിരുന്നത് ഭാഗ്യം. എന്നെ അല്ല, അവനെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അതെനിക്ക് മനസ്സിലായി. കൈ താടിക്ക് കൊടുത്ത ടേബിളിലേക്ക് ഇരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ആ ഭ്രാന്തൻ ദയയില്ലാതെ വലിച്ചു കീറിയില്ലേ. കഴുത്തിലേക്ക് കൈ പോയപ്പോൾ നഖം കൊണ്ടുണ്ടായ മുറിവിൽ നീറ്റിൽ പൊടിഞ്ഞു. അറിയാതെ ചുണ്ടിലൊരു ചിരി പടർന്നു. പാത്രമെല്ലാം പെറുക്കിയെടുത്ത് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഫോൺ കിടന്ന് കരയുന്നു. ഇതെന്തിനാ കിടന്ന് കരയുന്നത്? എടുത്തു നോക്കി. പാത്തുമ്മ ആവേശത്തോടെ ഫോൺ എടുത്തു. അതേ ആവേശത്തോടെ ലെവൻ്റെ കാര്യം മുഴുവൻ പറഞ്ഞു. എൻ്റെ മാളു, ലോകത്തുള്ള പണി മുഴുവൻ കോൺട്രാക്റ്റ് പിടിച്ചിരിക്കുവാണോ നീ? ഒരെണ്ണത്തിനെ പിന്നെ ഒതുക്കി. അതേടി, പണികൾ വാങ്ങിക്കൂട്ടാൻ ഇനിയും എൻ്റെ ജീവിതം ബാക്കി. എന്നാലും മാളു, സത്യം പറ, നീ അവനെ മനഃപൂർവ്വം അല്ലാതെ തേച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. കോപ്പെ വെച്ചിട്ട് പോടി. അവൻ്റെ ഉദ്ദേശം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പാത്തു ഫോൺ വെച്ചപ്പോൾ മനസ്സിനൊരാശ്വാസം. അല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 പേരോട് വേണ്ട ഒരാളോടെങ്കിലും പറഞ്ഞില്ലേൽ എനിക്കുറക്കം വരില്ല. അപ്പോഴാണ് വാട്സപ്പിൻ്റെ കാര്യം ഓർത്തത്. അവൻ വല്ല മെസ്സേജും അയച്ചോന്ന് അറിയണമല്ലോ. നോക്കിയതും ഒന്ന് ഞെട്ടി. ഇനി ബാക്കി വരുണേട്ടൻ ഞെട്ടട്ടെ. എനിക്കാണെങ്കിൽ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. വരുണേട്ടൻ അറിയാതെ 2 തെറി ഇവനെ വിളിച്ചാലോ? അല്ലേ വേണ്ട. നഖം കടിച്ച് ആലോചിച്ച് നിന്നു. നഖത്തിലേക്കൊന്ന് നോക്കി. കല്യാണത്തിനിട്ട നെയിൻ പോളിഷ് വരെ വയറ്റിൽ ചെന്നിട്ടുണ്ട്. എൻ്റെ മാളു, നീ എന്നാ നന്നാവുന്നത്? സ്വയം ഒന്ന് വിലയിരുത്തി. ഇനി ഇവിടുത്തെ കാട്ടുമാക്കാൻ മുറിയിൽ എന്ത് ചെയ്യുവാണെന്നേ. കയറി ചെല്ലാം. നേരെ മുകളിലേക്ക് കയറി. മുറിയിൽ ചെല്ലുമ്പോൾ കഥാനായകൻ ഫോണിൽ കുത്തി കളിക്കുവാണ്. പന പോലെ അടുത്ത് വന്നിരിക്കുന്ന എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഒന്ന് എത്തി നോക്കി. ഓ, വെട്ടും കുത്തും ഗ്രാഫും, ഇതൊക്കെ ആർക്കും മനസ്സിലാകാനാ? എന്നാലും ഒന്ന് എത്തി നോക്കി. എനിക്ക് ആ സ്നേഹം അത്രയ്ക്ക് വിശ്വാസം പോരാ. എന്തേ? എൻ്റെ എത്തിക്കുത്തി നോക്കൽ കണ്ട് പുരികമുയർത്തി നോക്കി. അതൊന്നു നോക്കിയതാ. ഇതൊക്കെ മനസ്സിലാകണേലേ തലയിൽ എന്തെങ്കിലും വേണം. വീണ്ടും മൊബൈൽ തോണ്ടി. എൻ്റെ തലയിലുണ്ട്. മുഖം കൂർപ്പിച്ചൊന്ന് നോക്കി. പേനായിരിക്കും നിന്റെ തലയിലുള്ളത്. ഇന്നലെ മുതൽ ചൊറിയാൻ തുടങ്ങിയതാ എൻ്റെ തല. തല ഒന്ന് ചൊറിഞ്ഞുകൊണ്ട് എന്നെ നോക്കി. വെറുതെയല്ല എൻ്റെ തല ചൊറിയാത്തത്. എല്ലാം ആ തലയിൽ കടന്നു കൂടിയിട്ടുണ്ട്. അല്ലേലും ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ഷെയർ ചെയ്യണമെന്നല്ലേ? പേന മുഴുവൻ എൻ്റെ തലയിൽ ഇട്ടിട്ടാണോടി ഷെയർ ചെയ്യുന്നത്? ഒന്നിളിച്ച് കാണിച്ചുകൊണ്ട് എൻ്റെ ഫോൺ കയ്യിൽ കൊടുത്തു. ദാ വാട്സപ്പിൽ അവൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു. ആര്? കിഷോറോ? ആ വട്ടൻ്റെ തന്നെ. മാളവിക, നിന്റെ പുറകെ തന്നെ ഞാനുണ്ട്. നീ എൻ്റേത് മാത്രമാണ്, എൻ്റേത് മാത്രം. വിട്ടുകൊടുക്കില്ല വരുണിന് ഞാൻ നിന്നെ. അത് വായിക്കുമ്പോൾ വരുണേട്ടൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് ഞാൻ കണ്ടു. പല്ല് കടിച്ച് മുഷ്ടി പതുക്കെ ചുരുട്ടി. ദൈവമേ, അവനയച്ചതിന് ആളുമാറി എന്നെ ഇടിക്കുവോ? അമ്മ പറഞ്ഞതുപോലെ ഇങ്ങേരെ എനിക്ക് സംശയമുണ്ട്. ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. അല്പം പുറകോട്ട് മാറി. അടി വന്ന ഒഴിവാണല്ലോ. അവൻ പിന്നെയും മെസ്സേജ് അയക്കുവാണല്ലേ? നീ റിപ്ലൈ വല്ലതും കൊടുത്തോ? ഞാൻ കൊടുത്തില്ല. ചൊറിഞ്ഞു വന്ന് നാക്കിനെ പിടിച്ചു കിട്ടിയ പാട് എനിക്കറിയാം. എന്നാലും അവൻ എന്തിനാ വരുണേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചത്? നീ അവനെ പ്രണയിച്ചു പറ്റിച്ചു എന്നാണ് അവൻ പറയുന്നത്. ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. തേപ്പോ? ഞാനോ? ഞാൻ ആരെയും തേച്ചിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് കോളേജിൽ മരുന്നിന് പോലും ആരും എൻ്റെ പുറകെ വന്നില്ല. വന്നത് ഈ മണ്ടനാണ്. അവനെ ഞാൻ അപ്പോഴേ ദേവുവിനോട് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു. പിന്നെ വന്ന മണ്ടൻ വരുണേട്ടനാണ്. ഒരു ഫ്ലോയിൽ പറഞ്ഞുകൊണ്ട് താടിക്കും കൈയും കൊടുത്ത് നോക്കിയതും കണ്ണും തള്ളി ഇരിപ്പുണ്ട്. അത് ഒരൊഴുക്കിന് പറഞ്ഞതാ. ചമ്മിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. ഫോൺ താഴെ വെച്ച ആലോചനയിലാണ്. ആളും കലിപ്പുമൂടല്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ചാടി അടുത്തേക്ക് ചെന്നു. എന്താ ആലോചിക്കുന്നത്? നെഞ്ചിലോട്ട് കിടന്ന് നിറഞ്ഞു നിന്ന താടി രോമങ്ങളുടെ ഇടയിലേക്ക് വിരലുകൾ ഇട്ടു. പതിയെ കൈവലിക്കാൻ നോക്കുമ്പോൾ വിരലുകൾ ഉടക്കുന്നു. ഇതെന്താ കാടോ? ആഞ്ഞു വലിച്ചു വിരലുകൾ പുറത്തെടുത്തൊന്ന് നോക്കി. കൊടുങ്കാട്ടിൽ അകപ്പെട്ട് രക്ഷപ്പെട്ട് പുറത്ത് ചാടിയ എൻ്റെ വിരലുകളിൽ ഒന്ന് നോക്കി. പുവർ ബോയ്സ്.
നീ എന്താ വിരൽ നോക്കിയിരിക്കുന്നത്? എൻ്റെ നോട്ടം കണ്ടിട്ടാണ് ചോദിച്ചത്. ഒന്നുമില്ല, ക്ഷുദ്രജീവികളുടെ കടിയൊന്നും ഏറ്റില്ലല്ലോ എന്ന് നോക്കിയതാ. ഇതൊന്ന് വെട്ടിക്കളഞ്ഞൂടെ വരുണേട്ടാ? ചുമ്മാതാണോ പേനൊക്കെ പറന്ന് മേത്തോട്ട് വരുന്നത്? ഫലഭൂയിഷ്ടമായ കൃഷിഭൂമി തേടി വന്നതാ. എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. താടിയിൽ ആഴത്തിലൊന്ന് കടിച്ചു. വരുണേട്ടാ, എന്താന്ന് കോളേജിൽ നടന്നെന്ന് പറയുമോ? ഞാൻ പോലും അറിയാത്തൻ്റെ തേപ്പിട്ട കഥ അറിയാനൊരു മോഹം, അതുകൊണ്ട് ചോദിച്ചതാ. പറഞ്ഞു തീരും മുൻപ് ദാ വരുണേട്ടൻ ഫോൺ കിടന്നടിക്കുന്നു. അളിയനാണല്ലോ. അവരെത്താറായി കാണും. നീ പോയി റെഡിയാക്. കഥയൊക്കെ പിന്നെ പറയാം. ദോ ആ ഷെൽഫിൽ നല്ല സാരി ഉണ്ട്, എടുത്തുടുക്ക്. എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ വയ്യ. ഇത് തന്നെ കഷ്ടപ്പെട്ട് ഉടുത്തതാണ്. അതും ഉടുത്തോണ്ടിരുന്നാൽ ബാക്കി വന്ന പീസ് എന്ത് ചെയ്യണമെന്നറിയാതെ അരമണിക്കൂർ നിന്നു. പിന്നെ എവിടേക്കെയോ തിരികെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു തന്നെ. അപ്പോഴേ ഇനി അടുത്ത സാരി മുഖം വെട്ടിച്ചിരുന്നു. എന്നാൽ ഞാൻ ഉടുപ്പിച്ചു തരാം. കള്ളച്ചിരിയോടെൻ്റെ മുകളിൽ വന്നിരുന്നു. നോട്ടം കണ്ണിലേക്ക് നീണ്ടു. അത് അതിരത്തിൽ വന്ന് നിന്നപ്പോൾ ആ നെഞ്ചിൽ കൈയമർത്തി പതുക്കെ പുറകോട്ട് തള്ളി. വേണ്ട, ഞാൻ പോവുക, ചെറുനാണത്തോടെ പറഞ്ഞു. എങ്ങോട്ട്? രാവിലെ എന്നെ പറ്റിച്ച് ഓടി. ഇനി വെറുതെ വിടില്ല മോളെ. വിരലുകൾ കൊണ്ട് പതിയെ ചുടികളെ ഉണർത്തി മുഖം താഴ്ത്തി കാതിൽ പതിയെ പല്ലുകൊണ്ടൊന്ന് അമർത്തിയതും അറിയാതെ വരുണേട്ടനെ ഇറുകെ പിടിച്ചുപോയി. വരണ്ട ചുണ്ടുകൾ നാവ് കൊണ്ടൊന്ന് നനച്ചുകൊണ്ട് ആ ഉമിനീരിൻ്റെ ചൂടൻ്റെ അതരത്തിലേക്ക് പകർന്നതും അറിയാതെ മിഴികൾ കൂമ്പിയടഞ്ഞു. താടിത്തുമ്പിൽ അതരങ്ങൾ പതിയെ അമർത്തി കഴുത്തിലേക്ക് എത്തി ചുണ്ടുകൾ കൊണ്ട് അവിടെ കളം വരച്ചുകൊണ്ട് താഴേക്ക് വന്ന് ഒരു നിമിഷം പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് വരുണേട്ടൻ്റെ പുറത്തെൻ്റെ നഖം ആഴ്ന്നിറങ്ങി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ പ്രണയത്തിന് മുൻപിൽ വിധേയപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരു കിതപ്പോടെ തെന്നി മാറുമ്പോൾ വിയർപ്പൊട്ടി ആ മാറിലേക്ക് എന്നെ വലിച്ചിട്ടു. മാളൂട്ടി ചെറുതായി ഒന്ന് മൂളിക്കൊണ്ട് നെഞ്ചിലെ രോമക്കാടുകൾക്ക് മുഖമൊളിപ്പിച്ചു. നെറുകയിലൊന്നി മുത്തി ഒന്നുകൂടെ ചേർത്തു കിടത്തി. കയ്യിൽ കിട്ടിയ പുതപ്പെടുത്ത് ബാത്റൂമിലേക്ക് ഓടുമ്പോൾ കട്ടിൽ കമിഴ്ന്ന് കിടന്ന് ചിരിക്കുന്നുണ്ട്. തിരിച്ചു കുളി കഴിഞ്ഞ് മാറിലൂടെ ചുറ്റിയ ടവൽ കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ കൈകെട്ടി നോക്കി നിന്ന് ചിരിക്കുന്നു. നീ ഇനി എൻ്റെ കൺട്രോൾ കളയുവോ? ചേർത്തു നിർത്തി കള്ളച്ചിരിയോടെ തോളിലൊന്ന് കഴിച്ചുകൊണ്ട് കുളിക്കാനായി പോയിരുന്നു. അലമാരയിൽ നിന്ന് നല്ല ഒരു സാരി എടുത്ത് പതിയെ ഉടുത്തു തുടങ്ങി. വാവ്, കൊള്ളാം മാളു. അപ്പോൾ സാരിയൊക്കെ ഉടുക്കാൻ അറിയാം എനിക്ക് അല്ലേ? പാട്ടുപാടി കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോഴാണ് കണ്ടത് അമ്മച്ചിമാരുടെ ചട്ടയും മുണ്ടും കാണുന്ന പോലെ വാല് പോലെ ഒരു കഷ്ണം സൈഡിൽ എന്നെ എവിടെ ഒതുക്കി വെക്കുമെന്ന് പറഞ്ഞു കിടക്കുന്നു. ഈശ്വര, രാവിലെ ഉടുത്തത് എങ്ങനെയായിരുന്നു? അന്നേരം ഈ സൈഡിലല്ലല്ലോ ഇത് വന്നത്. കുറച്ചു നേരം ആലോചിച്ചിട്ട് വലിച്ചൂരി കളഞ്ഞ് വേറെ ടോപ്പ് എടുത്തിട്ടു. അല്ല പിന്നെ, ഈ ഡ്രോയർ എന്താ അടച്ചുപൂട്ടി വെച്ചേക്കുന്നേ? ബി നിലവറ വല്ലവുമാണോ? ബാക്കിയെല്ലാം തുറക്കാലോ. ഡോക്യുമെൻസൊക്കെ ഓഫീസിലെ റൂമിൽ ഷെൽഫിലാണ്. അപ്പോൾ ഇതിലെന്തായിരിക്കും? കുറച്ചു നേരം തപ്പിക്കഴിഞ്ഞപ്പോൾ ചാവി കിട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേലും ശുഷ്കാന്തി കൂടുതലാണ്. എൻ്റെ മുൻപിൽ തുറന്നു വന്ന വരുണേട്ടൻ്റെ ബി നിലവറ കണ്ട് കണ്ണു തള്ളി വാ തുറന്നു നിന്നുപോയി. ഇതെന്താ, കേരള ബിവറേജ് കോർപ്പറേഷൻ്റെ സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയോ? എങ്കിൽ പിന്നെ പട്ടാളം എവിടെ നിന്ന് പോകില്ല. ഒരു നിമിഷം സ്ഫടികത്തിലെ ഉർവശി ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു കുപ്പി കയ്യിലെടുത്തു.